ഹായ് ഫ്രണ്ട്സ്, അപ്പം എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് പാടത്തു നിന്ന് കുറച്ച് മീൻ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞങ്ങളുടെ വീട്ടിൽ എങ്ങനെയാണത് സിംഗിളായിട്ട് കറി വയ്ക്കുന്നതെന്നാണ് കേട്ടോ കാണിച്ചിരുന്നത്. വലിയ ആർഭാടങ്ങളൊന്നുമില്ലാതെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു കറിയാണേ. അപ്പം ഇന്ന് നമ്മൾ ഈ കടു എന്നൊക്കെ പറയുന്ന ഒരു മീനാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. കടു എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഒരു പ്രത്യേകത, ഇതിനൊരു മുള്ളുണ്ടായിരിക്കും. അത് വെച്ച് കൈക്ക് കുത്തി കഴിഞ്ഞാൽ ഭയങ്കര വേദനയാണെന്നൊക്കെ കേട്ടിട്ടുണ്ട്. എവിടെയോ ന്യൂസിൽ ഞാൻ വായിച്ചിട്ടുണ്ട്, ഈ മീൻ കുത്തിയിട്ട് ഒരാളുടെ കൈ മുറിച്ച് മാറ്റേണ്ടി വന്നു എന്നൊക്കെ. ഞങ്ങളുടെ നാട്ടിൽ ഇതിനെ കടു എന്നാണ് കേട്ടോ പറയാം. പല നാട്ടിലും പല പേരാണ്. അപ്പം ഈ മീനാണ് നമ്മളിന്ന് കറി വയ്ക്കുന്നത് കേട്ടോ. ഇങ്ങനെ പാടത്തുനിന്ന് പിടിക്കുന്ന മീനുകൾക്ക് ഒത്തിരി ആവശ്യക്കാരുണ്ടാവാറുണ്ട് കേട്ടോ. കാരണം ആരോഗ്യത്തിനും ശരീരത്തിനൊക്കെ ഒത്തിരി ഗുണങ്ങളുള്ളതാണ് എന്നാണ് പറയുന്നത്. അതായത് ഈ സർജറി ഒക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ഇത്തരം മീനുകൾ കഴിക്കണം എന്നൊക്കെ ഡോക്ടേഴ്സ് സജസ്റ്റ് ചെയ്യാറുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. മാത്രമല്ല, ഇപ്പോൾ എല്ലാം വരുന്നത് മരുന്നിട്ട മീനാണ്. നമുക്ക് ഫ്രഷ് മീൻ കിട്ടാൻ ഒത്തിരി പാടാണ്. അപ്പം ആ ഒരു സാഹചര്യത്തിലും ഇതിന് ഇത്തരം മീനുകൾ കഴിക്കുന്നത് നമുക്ക് ശരീരത്തിനും നല്ലതാണ്. അപ്പം ഇതിന് ഇങ്ങനെ പാടത്തുനിന്ന് കിട്ടുന്ന മീനിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഇത് ക്ലീൻ ചെയ്യുമ്പം നമ്മൾ നന്നായിട്ട് ശ്രദ്ധിക്കണം. അതായത് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് കല്ലുപ്പ് ഉപയോഗിച്ചിട്ട് നന്നായിട്ട് ഇത് കഴുകണം. കാരണം ഈ മീനുകൾക്ക് ഒരു കൊഴുത്ത ആവരണം ഉണ്ടായിരിക്കും. അപ്പോൾ അത് കംപ്ലീറ്റ് ആയിട്ടും കഴുകി കളയണമെങ്കിൽ നമുക്ക് കല്ലുപ്പ് ഇട്ടിട്ട് തന്നെ പറ്റുള്ളൂ. അപ്പോൾ അത് അങ്ങനെ ഏകദേശം നമ്മളുടെ മീനിൻ്റെ കട്ടിങ്ങും ക്ലീനിങ്ങും ഒക്കെ കഴിയാറായിട്ടുണ്ട്. അങ്ങനെ നമ്മളിനി പാചകത്തിലേക്ക് കടക്കുകയാണ്. ഇതിന് വേണ്ടിയിട്ട് നമ്മൾ വാളംപുളിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ വാളംപുളി നന്നായിട്ട് പിഴിഞ്ഞ് ഒരു പാത്രത്തിൽ, ഞങ്ങളിവിടെ ഒരു ചീനച്ചട്ടിയിൽ തിളപ്പിക്കാൻ വേണ്ടിയിട്ട് വെച്ചു. അതിലേക്ക് കുറച്ച് തക്കാളി, ഒരു തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. ആ തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതിട്ട ശേഷം ഫ്ലെയിം ഓൺ ചെയ്തു. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്, അതുപോലെ പൊടികളായിട്ടുള്ള മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മാത്രമാണ് ഇട്ടിട്ടുണ്ടായിരുന്നത്. എരിവ് ഒക്കെ നമ്മളുടെ ആവശ്യത്തിനനുസരിച്ച് ഇടാം കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 3 അല്ലി വെളുത്തുള്ളി ചതച്ചതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. കറി ഏകദേശം ഇവിടെ തിളച്ചത് വരുന്നുണ്ട് കേട്ടോ. അപ്പം നമുക്ക് ഈ സ്റ്റേജിൽ ടേസ്റ്റ് ഒക്കെ നോക്കാം. പുളി, എരിവ്, ഉപ്പ് ഒക്കെ പാകമാണോ എന്നൊക്കെ നോക്കാം. കറി നന്നായിട്ട് ഇവിടെ കിടന്ന് തിളയ്ക്കുന്നുണ്ട്. അങ്ങനെ ഈ സമയത്ത് നമുക്ക് മീൻ കഷ്ണങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് തിളയ്ക്കട്ടെ. കറിയിൽ പച്ചമുളക് ആഡ് ചെയ്യാൻ മറന്നിട്ടുണ്ടായിരുന്നു. അപ്പം അതുകൂടെ ആഡ് ചെയ്ത് കൊടുത്തു. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക. ഇനി കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമുക്ക് കറി മാറ്റി വയ്ക്കാം.